സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിന്റെ ഭാഗമായി ജില്ലയിൽ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. 2025 ജനുവരി 1 യോഗ്യതാ തീയതിയായുള്ള പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത്. ആകെ 21,40,376 വോട്ടർമാരാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. ഇതിൽ 10,17,994 പേർ പുരുഷന്മാരും 11,22,362 പേർ സ്ത്രീകളുമാണ്. 19 വയസ്സുള്ള 18,710 വോട്ടർമാരും ഭിന്നശേഷിക്കാരായ 20,297 പേരും 1,928 പ്രവാസി വോട്ടർമാരും 9,360 സർവീസ് വോട്ടർമാരും അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടും. ഒക്ടോബർ 29 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം 21,41,063 ആയിരുന്നു. കരുനാഗപ്പള്ളിയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം, 2,15,176. കൊല്ലത്താണ് ഏറ്റവും കുറവ്, 1,73,277. സ്പെഷ്യൽ സമ്മറി റിവിഷൻ 2025 അന്തിമ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ ആകെ വോട്ടർമാരായിട്ട് എൻറോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് 21,40,376 വോട്ടർമാരാണ് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. 29/10/2024 കരട് പട്ടിക പ്രസിദ്ധീകരിച്ചത്. 28/11/2024 വരെ ആക്ഷേപങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച ആക്ഷേപങ്ങളും പരാതികളെല്ലാം സമയബന്ധിതമായിട്ട് പരാതിക്കാരെ കേട്ട് അപേക്ഷകരെ എല്ലാം കേട്ട് അതിനെല്ലാം പൂർത്തീകരണവും വരുത്തിയിട്ട് അന്തിമ പട്ടിക ഇന്ന് 6-ാം തീയതി 6/1/2025 പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ അതിൽ നമുക്ക് ആകെ വോട്ടർമാരുടെ എണ്ണം 21,40,920 ആകെ അല്ലല്ലേ ഞാൻ പറയാം 29/10/2024 പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ 21,40,963 അത്രയും വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒഴിവാക്കലുകളും കൂട്ടിച്ചേർക്കലുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് 21,40,940 വോട്ടർമാർ നമ്മുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി വന്നിരിക്കുന്നത്. ചാവറ 1,81,064, കുന്നത്തൂർ 2,06,001, കൊട്ടാരക്കര 2,01,177, പത്തനാപുരം 1,85,574, പുനലൂർ 2,06,514, ചടയമംഗലം 2,03,489, കുണ്ടറ 2,08,162, ഇരവിപുരം 1,74,931, ചാത്തന്നൂർ 1,85,011 എന്നിങ്ങനെയാണ് മറ്റു നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർ. വോട്ടർ പട്ടിക ശുദ്ധീകരണ പ്രക്രിയയുടെ ഭാഗമായി 4,712 മരണപ്പെട്ടവരും 1,869 താമസം മാറിയവരും ഉൾപ്പെടെ 7,049 വോട്ടർമാരെയാണ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയോജക മണ്ഡലം കരുനാഗപ്പള്ളിയാണ്. 2,15,176 വോട്ടർമാരാണ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ. കുറവ് വോട്ടർമാരുള്ളത് കൊല്ലം നിയോജക മണ്ഡലത്തിൽ 1,73,277 വോട്ടർമാരാണ് കൊല്ലം നിയോജക മണ്ഡലത്തിലുള്ളത്. ഈ കാലയളവിൽ തന്നെ വോട്ടർ പട്ടികയിലുള്ള ഈ മരണപ്പെട്ടവരും അതുപോലെ തന്നെ താമസം മാറിയവരും അങ്ങനെയുള്ള വോട്ടർമാരുടെ പേരുകൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മരണപ്പെട്ടവരുടെ എണ്ണം 4,712, താമസം മാറിയത് 1,869 വോട്ടർമാരാണ്. ആകെ 7,049 വോട്ടർമാരാണ് ആ നിലയിൽ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടത്. 17 വയസ്സ് പൂർത്തിയായ 289 പേർ മുൻകൂറായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടുണ്ട്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലും ജില്ലാ കളക്ടറുടെ വെബ്സൈറ്റിലും അന്തിമ വോട്ടർ പട്ടിക വിവരങ്ങൾ ലഭ്യമാണ്. കൂടാതെ സൂക്ഷ്മ പരിശോധനകൾക്കായി എല്ലാ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ കാര്യാലയത്തിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ബൂത്ത് ലെവൽ ഓഫീസറുടെ കൈവശവും അന്തിമ പട്ടിക ലഭിക്കും. അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് താലൂക്ക് ഓഫീസുകളിൽ നിന്ന് വോട്ടർ പട്ടിക കൈപ്പറ്റി സൂക്ഷ്മ പരിശോധന നടത്താം. അന്തിമ വോട്ടർ പട്ടിക ജില്ലാ കളക്ടർ എൻ ദേവിദാസ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VK അനിരുദ്ധൻ, PK ചന്ദ്രബാബു, A ഫസലുദ്ദീൻ, ലിയ അഞ്ചൽ എന്നിവർക്ക് കൈമാറി പ്രസിദ്ധീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.